ഹലോ കൂട്ടുകാരെ, നമുക്ക് 4 മണിക്കൊരു പിടി ഉണ്ടാക്കിയാലോ? 4 മണി പലഹാരം. അപ്പം അതിനായിട്ട് ഞാനിതാ കുറച്ച് അരിപ്പൊടി എടുത്തു കേട്ടോ. പിടിയും കോഴിയും കൂടിയിട്ടാണ് എല്ലാവരും കഴിക്കാറ്. പക്ഷെ ഞങ്ങളിത് പാലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ബാക്കിയുള്ള കുറച്ച് ഇതെടുത്തിട്ട് ഞങ്ങൾ പിടി അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. കുറച്ചെടുത്തിട്ട് പിടി ഉണ്ടാക്കാറുണ്ട്. അത് നാളികേര പാൽ ഒഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കഴിക്കുക പറയുന്നത്. ഇതപ്പോൾ അരിപ്പൊടിയിലേക്ക് ഞാൻ എന്താ തിളച്ച വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ പാകത്തിന് വെള്ളം ആക്കണം കേട്ടോ. പത്തിരിയുടെ ഒരു ഇതിലാണ്, പത്തിരി കുഴയ്ക്കുമ്പോഴുള്ള ഒരു ഷേപ്പിലാണ്. അത്രയ്ക്കും വെള്ളം വേണ്ടുള്ളൂ, ഷേപ്പിലല്ല കേട്ടോ, അത്രയ്ക്ക് വെള്ളമാണ് വേണ്ടത്. അങ്ങനെ ഇതാ ഒക്കെ ശരിയാക്കി പിടി കണ്ടില്ലേ, ഇതാ കുഴച്ചെടുത്തു. ഇതാ പിടി എടുത്തു. ഇതാ ആവിയിൽ വെക്കുകയാണ് കേട്ടോ. ആവിയിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് എന്താ ഉണ്ടാക്കിയത് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യില്ലേ? എല്ലാവരുടെയും 4 മണി പലഹാരം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യില്ലേ? ഇതാ അപ്പോൾ പിടിയൊക്കെ ആയി കേട്ടോ. ഇതാ ബൗളിലേക്ക് ഇട്ടു. അങ്ങനെ ഇതാ ബൗളിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് നാളികേരപ്പാലാണ് കേട്ടോ. ഇപ്പം ചിലവരൊക്കെ പാലൊഴിക്കും, പാലും പഞ്ചസാരയും ചേർക്കും. ഞങ്ങൾ നാളികേരപ്പാലും പഞ്ചസാരയാണ് ചേർത്തണത്. കണ്ടില്ലേ, പഞ്ചസാരയും നാളികേരപ്പാലുമാണ് ചേർത്തണം കേട്ടതോടെ. അപ്പം എൻ്റെ പിടി ഇതാ റെഡിയായി. കണ്ടില്ലേ, നിങ്ങളിതുപോലെ ഉണ്ടാക്കാറുണ്ടോ? അപ്പം എൻ്റെ 4 മണി പലഹാരം ഇന്നത്തെ ഇതാണ്. പിന്നെ പാലൊഴിച്ച ചായ.